കാരണം എന്നും അമ്മയെക്കുറിച്ചുള്ള ന്യൂസാ. എന്റെ കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിൽ എന്റെ അനിയന്റെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞയച്ചു. ഞാൻ കരഞ്ഞു പറയും, മോനെ ചേച്ചിയെ പേടിച്ച് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ വീട്ടുകാരെ കൊണ്ടിടരുത്. കാരണം അവർ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് ചേച്ചി. എന്റെ അച്ഛൻ 2 അറ്റാക്ക് കഴിഞ്ഞു ഈ വ്യക്തി കാരണം. അവർക്ക് നഷ്ടങ്ങളില്ല. എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ട്. അതാരെങ്കിലും ചിന്തിക്കുന്നു അവസ്ഥ. എന്റെ എക്സ് ഹസ്ബൻഡിന്റെ എന്റെ ഫേസ്ബുക്കും ഇവരുടെ ഫേസ്ബുക്കും തമ്മിൽ നോക്കാം. ഭർത്താവ് കളഞ്ഞിട്ട് പോയ സ്ത്രീയും മോള് നടക്കുന്നതും എന്റെ കുഞ്ഞുങ്ങൾ നടക്കുന്നതും നിങ്ങൾ കാണും. വയ്യാതെ അവര് ട്രീറ്റ്മെന്റ് ആയിട്ടിരിക്കുന്നു. എന്റെ ചേട്ടത്തിയാ, ആ ചേട്ടത്തിക്ക് ഇപ്പൊ ക്യാൻസർ ആയിട്ടിരിക്കുന്നു. അവരെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊന്നും ആരും അറിയുന്നില്ല. എന്റെ കുഞ്ഞ് ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല. 2-3 മാസമായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുക. കാരണം എന്നും അമ്മയെക്കുറിച്ചുള്ള ന്യൂസാ. എന്റെ കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് പറയാനോ ഫേസ്ബുക്കിൽ വന്ന് പറയാൻ അതുങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, കരയാൻ അറിയത്തില്ല. ഈ പറയുന്ന കുലസ്ത്രീകളായിട്ട് കുറെ സ്ത്രീകളുണ്ടല്ലോ, നീ അമ്മയാണോടി ചോദിക്കുന്നുണ്ട്. ഇവളുമാരൊക്കെ അമ്മയാണെങ്കിൽ ഇവളുമാർക്ക് ഇതൊരവസ്ഥ വരണം ഇതുപോലത്തെ ഉള്ളത്. ഞാൻ ഇന്ന് ശബ്ദിക്കാൻ ഇരുന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്നും വൃത്തികെട്ടോളാവുമായിരുന്നു. എനിക്ക് അഭിനയിക്കാനും ഡിപ്രഷന്റെ പേരിൽ അഭിനയിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ചേച്ചി ഗുളിക കഴിക്കാൻ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അറിയാമോ? ഞാൻ ഈ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും ഈ കുഞ്ഞിനെ പോലും എൻ്റെ അടുത്ത് കുഞ്ഞ് വലിയ അറ്റാച്ച്ഡ് ഒന്നും അല്ല, അത് അറിയാവുന്നവർക്കറിയാം. കുഞ്ഞിനെ പോലും എനിക്ക് പാല് കൊടുക്കാൻ പോലും പറ്റത്തില്ല ചേച്ചി. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർമ്മ വരും. എനിക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതൊന്നും ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥയൊന്നും ഒരാൾക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വീണയ്ക്ക് ഡാൻസ് കളിക്കുക, ഇതാണോ ഡിപ്രഷൻ? ഞാൻ റൊമാൻസ് ആക്കാൻ പറ്റത്തില്ല, ഇതാണോ ഡിപ്രഷൻ? 5-6 പോയവളന്മാർക്ക് കാണിക്കാം, അഴിഞ്ഞാട്ടം കാണിക്കാം, മുടി സ്ട്രെയിറ്റ് ചെയ്യാം, അവൾക്ക് മേക്കപ്പ് ചെയ്യാം, ലിപ്സ്റ്റിക് ചെയ്യാം. പലരും കൂടെ പോയിട്ട് എന്റെ കാല് പിടിച്ചവളാ. അവൾ ഇനി എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ അടിക്കുക തന്നെ ചെയ്യും, അടിക്കും ഞാൻ അവളെ. കാരണം എന്റെ ജീവൻ നശിപ്പിച്ച അവൾ ഒറ്റൊരു വ്യക്തിയെ ചേച്ചി. ഇനിയെങ്കിലും ഞാൻ പ്രതികരിച്ചില്ല. അവൾ എന്റെ മുമ്പിൽ വന്നാൽ, അവൾ എന്റെ വീട്ടുകാരെ, എന്റെ എക്സ് ഹസ്ബൻഡ്, എന്റെ കുഞ്ഞുങ്ങളെ ഇനി ടോർച്ചർ ചെയ്താൽ വീണ എന്താന്ന് കഴക്കൂട്ടത്ത് ആറ്റുംകുഴി വന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇനി എന്റെ ലൈഫിൽ അവൾ വന്ന പലവട്ടം ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ട്. കുറെ അവളുമാർ കമന്റ് ഇടാൻ വേണ്ടി വന്നേക്കുന്നു, അവളെ സപ്പോർട്ട് ചെയ്യാൻ, മറ്റവളെ സപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് മൂത്തിട്ടൊന്നും ജിനുവിൻ്റെ കൂടെ വന്നൊന്നുമല്ല. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് പിള്ളേരുണ്ട്, എനിക്ക് വീട്ടുകാരുണ്ട്, എനിക്ക് ആങ്ങളമാരുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്. എന്റെ വീട്ടുകാർക്ക്, എന്റെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്റെ എത്ര കൂട്ടുകാരുണ്ട് എന്നോട് പറയാ, ചേച്ചി നീ മിണ്ട്. ഞാൻ മിണ്ടായിരിക്കുന്നവരും കുറെ അവളുമാര് വന്ന് കമന്റ് ഇടാൻ വന്നേക്കുന്നു. അവക്ക് അവിടെ മുമ്പിലോട്ട് ആരെങ്കിലും ഇപ്പൊ എന്തിനും പറയുമ്പോ അവള് പ്രതികരിക്കും. ഒരാള് കമന്റ് ഇട്ട ഉടനെ വീണ അന്നത്തെ ദിവസത്തെ അവിടെ കണ്ടന്റ് വീണ ചേച്ചി. ഞാൻ ചേട്ടായി വന്നിട്ട് എനിക്ക് അഭിനയിക്കാനും ഒന്നും എനിക്കറിയത്തില്ല. ഇവരെല്ലാം ആ ഒരു കൊച്ചിനെ മാത്രം കരഞ്ഞു, ആ കൊച്ചു കരഞ്ഞു പൊക്കി പിടിക്കുന്നവർക്ക്. എനിക്ക് 2 മക്കളുണ്ട്. ആ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞ് പാല് കുടിക്കുന്ന കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയി വിഷമം എനിക്ക് മാത്രം അറിയത്തുള്ളൂ ചേച്ചി. അത് ഒരാൾക്കും അറിയത്തില്ല. ഞാൻ ആ കോടതി വരാതെ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ അവസ്ഥയെ പോലും ഞാൻ തളരാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സത്യം ഉണ്ടായിട്ട് തന്നെ ചേച്ചി. കാരണം എന്റെ ഇളയ കുഞ്ഞിനെ അവള് വിറ്റ് ജീവിക്കുമല്ലേ. എന്റെ ഇളയ കുഞ്ഞിനെ ഹാർട്ടിന് ഓപ്പറേഷൻ ആയ സമയത്ത് പോലും ഇവളെ എന്നെ വെറുതെ വിട്ടിട്ടില്ല, അറിയാമോ? ആ സ്റ്റേജിൽ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് എന്തോ ഒരു ടോർച്ചർ എന്നറിയാം. ആ വൃത്തികെട്ട സ്ത്രീ, അവർക്ക് സപ്പോർട്ടിന് എല്ലാരും ഉണ്ട്, അറിയാമോ? ഞാൻ അനുഭവിച്ച് എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ. ഞാൻ ഇന്ന് ഇങ്ങനെ ആകും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. അവൾ ഇനി എന്റെ മുമ്പിൽ വന്ന ഇനിയെങ്കിലും ഞാൻ പറയണം ചേച്ചി, എനിക്ക് ഫേമസ് സമാധാനം. ഇപ്പോഴും എന്റെ കാല് പിടിച്ചിട്ടായി ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിനൊട്ട്. അതൊന്നും ആരും അറിയുന്നില്ല, ഒരു യൂട്യൂബേഴ്സും അറിയുന്നില്ല. എല്ലാരും ഞാൻ വേശ്യാണ്. എത്ര നാൾ എന്റെ വീട്ടുകാരെ ഞാൻ വേശ്യെന്ന് കേട്ടോണ്ടിരിക്കും ചേച്ചി. എന്റെ കുഞ്ഞുങ്ങളിത് കാണുന്നില്ലേ? എല്ലാത്തിനും ഞാൻ വേശ്യ. എനിക്കൊരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല. അയാളെ വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നീത എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് വീണ എല്ലായിടത്തും വരണം. എന്ത്